നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നിലനാരകത്തിനെയാണ്. മെലിയേസിയ കുടുംബത്തിൽപ്പെടുന്ന നിലനാരകത്തിൻ്റെ ശാസ്ത്രീയ നാമം നരഗാമിയ അലേറ്റ എന്നാണ്. സംസ്കൃതത്തിൽ നിലനാരകത്തിനെ ത്രിപർണിക, ഛിന്നഗ്രന്ഥിക, ബൃഹത്പത്രി, അമ്ലവള്ളി എന്നെല്ലാമാണ് വിശേഷിപ്പിക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 900 മീറ്റർ ഉയരം വരെയുള്ള പ്രദേശങ്ങളിലാണ് ഇത് ധാരാളമായി കണ്ടുവരുന്നത്. കൂടാതെ കേരളം, തമിഴ്നാട്, കർണാടകം എന്നിവിടങ്ങളിലും നിലനാരകം ധാരാളമായി കണ്ടുവരുന്നു. ധാരാളം ശാഖോപശാഖകളോടുകൂടി കാണപ്പെടുന്ന നിലനാരകം ഏകദേശം 30 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെറിയ കുറ്റിച്ചെടിയാണ്. ഇതിൻ്റെ ഇലയ്ക്ക് 3 ചെറിയ പത്രകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ത്രിപർണിക എന്ന് സംസ്കൃതത്തിൽ വിശേഷിപ്പിക്കുന്നത്. സാധാരണയായി നിലനാരകത്തിൻ്റെ ഇലയ്ക്ക് കടും പച്ച നിറമാണ്. എന്നാൽ തളിരിലകൾ ഇളം പച്ച നിറത്തിലും കാണപ്പെടുന്നു. ഇലഞ്ഞെട്ട് ഇരുവശങ്ങളിലേക്കും വളർന്ന് ചിറകുപോലെ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പത്രകക്ഷത്തിൽ നിന്നാണ് പൂക്കൾ ഉണ്ടാവുന്നത്. വെളുത്ത നിറമുള്ള പൂക്കൾക്ക് 5 ദളങ്ങളാണുള്ളത്. നല്ല സുഗന്ധവും ഉണ്ടായിരിക്കും. ഇത് ഒറ്റയായോ ജോഡിയായോ ആണ് കാണപ്പെടുന്നത്. നിലനാരകത്തിൻ്റെ കായ ഉരുണ്ടതാണ്. ഇതിൽ സാധാരണയായി 1-2 വിത്തുകൾ മാത്രമേ കാണാറുള്ളൂ. ഔഷധാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുമ്പോൾ സമൂലമായിട്ടാണ് ഈ സസ്യം ഉപയോഗിക്കുന്നത്. തീക്ഷ്ണഗന്ധമുള്ളതാണ് നിലനാരകത്തിൻ്റെ വേര്. ചുമ, ആസ്മ, ശ്വാസകോശ രോഗങ്ങൾ, അതിസാരം, വിളർച്ച എന്നിവയിലെല്ലാം ധാരാളമായി ഈ സസ്യം ഉപയോഗിച്ചു വരുന്നു. കൂടുതലായിട്ടുള്ള നിലനാരകത്തിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ഈ നിലനാരകം അതിൻ്റെ കഷായം എടുത്ത് തേൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ശ്വാസം ഈ ആസ്മ രോഗികൾക്ക് ഗുണം കിട്ടും. അതുപോലെ തന്നെ ഈ യകൃത്വികാല ലിവർ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ, ലിവർ സിറോസ് അല്ലെങ്കിൽ ലിവറിൽ വീക്കം, ഇതിനൊക്കെ ഇതിൻ്റെ ഈ കഷായം ചേർത്തിട്ട് ഈ തേനോ അല്ലെങ്കിൽ പഞ്ചസാരയോ മേപ്പടിച്ച് അല്ലെങ്കിൽ തിപ്പലി മേപ്പടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലിവറിൻ്റെ അസുഖത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ത്വക്ക് രോഗങ്ങളിൽ ഈ നിലനാരകത്തെ കഷായം വെച്ചിട്ട് ഇങ്ങനെ ധാര ചെയ്യാൽ ഈ കഴുകി കഴിഞ്ഞാൽ ത്വക്ക് രോഗത്തിന് ശമനം ഉണ്ടാവും, അതിന് ചൊറിച്ചിലും കുറയും.